അതെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ മന്ത്രി ആക്രമിക്കപ്പെടുന്നത്. ജനാധിപത്യത്തിൽ തീർച്ചയായും പ്രതിഷേധങ്ങളുണ്ടാകും. മന്ത്രിമാർക്കെതിരെ പല നിലയിലുള്ള പ്രതിഷേധങ്ങളും കേരളം കണ്ടതാണ്. കരിങ്കൊടി സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. കരിങ്കൊടി സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളാണ് ഞാനും നിങ്ങളിൽ ചിലരും. ജനാധിപത്യത്തിൽ ഒരു സർക്കാരിനെതിരെ പ്രതികരിക്കുക, സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തുക എന്നുള്ളതൊന്നും ഒരു തെറ്റായ കാര്യമല്ല. ഞാൻ ഇന്ന് രാവിലെയും ഒരു പ്രതിഷേധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കോഴിക്കോട് നഗരത്തിലെ ഒരു വിഷയത്തിൽ പ്രതിഷേധിച്ചതിൽ ഒരു തെറ്റുമില്ല. പ്രതിഷേധം സ്വാഭാവികമാണ്. അത് പ്രതിഷേധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുപോലെ ലോകത്തെവിടെയും ഒരു മന്ത്രിസഭയ്ക്കെതിരെ പ്രതിഷേധിക്കുകയോ ആ മന്ത്രിസഭയിലെ അംഗങ്ങളായ മന്ത്രിമാർക്കെതിരെ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നത് ഒരു തെറ്റുള്ള കാര്യമല്ല. അത്തരം പ്രതിഷേധങ്ങൾ വരണമെന്നാണ് ഇപ്പോൾ എൻ്റെയൊക്കെ അഭിപ്രായം. കാരണം പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം. എന്നാൽ ഇത് പ്രതിഷേധമാണോ? ഇത് ജനാധിപത്യപരമായ ഒരു സമരരീതിയാണോ? റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് BJP സമരം ചെയ്യുന്നു. റെയിൽവേ സ്റ്റേഷനകത്ത് പെട്ടെന്ന് KSUവിൻ്റെ പേരിൽ പെട്ടെന്ന് ചാടി വീണ് മന്ത്രിക്ക് നേരെ വരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ പ്രതികരണം ഞാൻ TV യിൽ കണ്ടു. സ്പീക്കറെ ഞാൻ ഫോണിൽ വിളിച്ചു, സ്പീക്കർ എനിക്ക് കിട്ടിയില്ല. ഇത് ഒരു ജനാധിപത്യപരമായ സമരമായി കാണാൻ പറ്റുമോ? നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് ജനാധിപത്യപരമായ സമര രീതിയല്ല. രാജീവ് ഗാന്ധിയെ മുമ്പ് ബെൽറ്റ് ബോംബ് വെച്ച് കൊലപ്പെടുത്തിയത് നമുക്കറിയാം. അതൊരു ജനാധിപത്യ രീതിയായ സമരമാണോ? ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ തടഞ്ഞുകൊണ്ട് നടത്തിയൊരു പ്രതിഷേധം നമ്മൾ കണ്ടു. അത് ജനാധിപത്യപരമല്ല. അപ്പോൾ ആർക്കും എങ്ങനെയും പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ വേണം ഒരു 10 ആൾക്ക് ചാടി വന്ന് വീണ് സർക്കാരിനെതിരെ വികാരമുള്ളവർക്ക്, അതല്ലെങ്കിൽ വ്യക്തിപരമായി രാഷ്ട്രീയമായി എന്നോട് വിരോധമുള്ളവർക്ക് ഒരു 10 ആൾക്ക് വളഞ്ഞിട്ടിന് ഭീകരമായിട്ട് അടിക്കാം. അടിച്ചത് കൊണ്ട് സർക്കാർ ഉയർത്തുന്ന ആശയം അവിടെ പരാജയപ്പെടുന്നില്ല. ഞാൻ ഉയർത്തുന്ന രാഷ്ട്രീയം അവിടെ പരാജയപ്പെടുന്നില്ല. രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി എന്നെ ആക്രമിക്കുന്നവരുടെ രാഷ്ട്രീയം അവിടെ വിജയിക്കുന്നുമില്ല. അതൊരു ജനാധിപത്യ രീതിയല്ല. അപ്പം ഇതും നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഒരു ജനാധിപത്യപരമായ രീതിയല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സമരങ്ങൾ വരുന്നു എന്നുള്ള ഗൗരവമേറിയ പരിശോധന ബന്ധപ്പെട്ടവർ നടത്തണം. കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന് നേരെ കുറേ കാലമായി ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആ ഹെയ്റ്റ് ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരാണ്. ആ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഉൽപ്പന്നമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ. ആ ഹെയ്റ്റ് ക്യാമ്പ് ഇത്തരം ആക്രമണങ്ങളെ വലിയ നിലയിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇത്തരം ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നവർ, ഇത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഈ സമരരീതി തെറ്റാണെന്ന് പറഞ്ഞ് സ്വയം മാപ്പ് പറയാൻ തയ്യാറാകണം. ജനാധിപത്യ കേരളത്തിന് അപമാനമാണ് ഈ സംഭവം. ജനാധിപത്യ കേരളം ഒരുപാട് സമരങ്ങൾ കണ്ടതാണ്. ജനാധിപത്യപരമായി സമരം ചെയ്തവരെ വെടിവെച്ച് കൊന്ന ചരിത്രം ഈ കേരളത്തിലുണ്ട്. കൂത്തുപറമ്പ് സംഭവം. ജനാധിപത്യപരമായി സമരം ചെയ്തവരെ ഭീകരമായി പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിച്ച സംഭവങ്ങൾ ഈ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിൽ പലരും, നിങ്ങളായാലും ഞാനായാലും നമ്മളിൽ പലരും അത്തരം സമരങ്ങളിൽ പങ്കെടുത്തവരാണ്. എന്നാൽ ഇതൊരു ജനാധിപത്യപരമായ സമരമല്ല. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവർ മാപ്പ് പറയാൻ തയ്യാറാകണം. എന്താണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ചെയ്യുന്ന തെറ്റ്? ഇന്ത്യയിലെ ഏറ്റവും നല്ല ധർമാശുപത്രികളായി കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ നിലനിർത്തുന്നതാണോ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്നതാണോ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ചെയ്യുന്ന തെറ്റ്? ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെ മികച്ച നിലയിൽ ധർമാശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ടോ? സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ സമരം ചെയ്യുന്നവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ നമ്മുടെ രാജ്യത്തില്ലേ? അവിടുത്തെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി എന്താണ്? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി എന്താണ്? സാധാരണക്കാരന് അവിടെ ചികിത്സ ലഭിക്കുന്നുണ്ടോ? അവിടെ ആരോഗ്യമന്ത്രിമാർ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? അവരെ ഇതുപോലെ കൈകാര്യം ചെയ്യുമോ ഇവിടുത്തെ KSU? അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവല്ലേ? അവരെ ഇതുപോലെ ആക്രമിക്കാൻ തയ്യാറാകുമോ KSU? ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യമന്ത്രിയും കേരളത്തിലെ LDF സർക്കാരും ലോകത്തിന് മാതൃകയാകാവുന്ന പൊതുജന ആരോഗ്യ സമ്പ്രദായം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ പ്രശ്നം? ഇതെന്ത് രീതിയാണ്? ഈ രീതി ശരിയാണോ? പ്രതിപക്ഷമാകുമ്പോൾ തന്നെ ഇങ്ങനെ. അപ്പോൾ ഗതികേടിന് ഭരണകക്ഷിയാണെങ്കിൽ ഇവരെന്തൊക്കെ ചെയ്യുമെന്നുള്ള ചിന്ത ഈ നാട്ടിൽ വരികയാണ്. ഇത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ തെറ്റാണെന്ന് വിലയിരുത്തി ഇതിന് നേതൃത്വം കൊടുത്തവരെ സംഘടനാപരമായി നടപടി സ്വീകരിച്ച് മാപ്പ് പറയാൻ തയ്യാറാകണം. ഇത് ജനാധിപത്യപരമല്ല. മന്ത്രിമാരെ തടയലും മന്ത്രിമാർക്കെതിരെ പ്രതിഷേധം നടത്തുന്ന ഒന്നും തെറ്റില്ല. പക്ഷേ ഇത് ആ ഗണത്തിൽപ്പെടുത്താവുന്നതല്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം പോലെ, ഇത് ആർക്കും എങ്ങനെയും ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനം പോലുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം മാപ്പ് പറയണം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കാലമായി ആരോഗ്യമന്ത്രിക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാലോ. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചിലരുടെ പ്രസ്താവനകളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹെയ്റ്റ് ക്യാമ്പയിനിലൂടെ KSUവിൽ പ്രവർത്തിക്കുന്നവർക്ക് തോന്നുകയാണ് ഇവർ ആക്രമിക്കപ്പെടേണ്ടതാണ്, ഇവരെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല. നമുക്ക് ചിലരെ റോട്ടിലിറങ്ങി നടക്കുമ്പോൾ നാലിനം പൊട്ടിക്കാൻ തോന്നുന്ന നിലയിലേക്കുള്ള ചില വികാരങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? അതുപോലുള്ള ഒരു വ്യക്തിയാണ് ഇവരെന്ന് തോന്നുന്ന നിലയിലേക്ക് തുടർച്ചയായി ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നു. ഇവരുടെ വീട്ടിൽ റീത്ത് വെക്കുകയാണ് ഏതാനും ദിവസം മുമ്പ്. നമ്മൾ എപ്പോഴാണ് റീത്ത് വെക്കുക? ജീവിക്കുന്ന മനുഷ്യൻ്റെ മേത്ത് നമ്മൾ റീത്ത് വെക്കുമോ? ജീവിക്കുന്ന മനുഷ്യരുള്ളൊരു വീട്ടിൽ നമ്മൾ റീത്ത് വെക്കുമോ? ഇത് വീണ ജോർജ് മരണപ്പെട്ടിട്ടില്ല. ശ്രീമതി വീണ ജോർജ് ജീവിക്കുന്നുണ്ട്. ശ്രീമതി വീണ ജോർജ് ജീവിക്കുന്ന വീടാണത്. അപ്പോൾ ആ വീട്ടിൽ പോയി റീത്ത് വെക്കുകയാണ്. ഇപ്പോൾ ശ്രീമതി വീണ ജോർജ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റീത്ത് വെക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? അതായത് ശ്രീമതി വീണ ജോർജ് ജീവിക്കാൻ അർഹയല്ല എന്നാണ് അത് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാളെ മരിച്ചതിന് തുല്യമാക്കുന്ന നിലയിലേക്കുള്ളൊരു പ്രവർത്തനം നടത്തിയാൽ, ഉത്തരവാദിത്തപ്പെട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ പ്രവർത്തനത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഉത്തരവാദിത്തപ്പെട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ആ പ്രവർത്തനത്തെ തള്ളിപ്പറയുകയും ഇത്തരം പ്രവർത്തനം ജനാധിപത്യപരമല്ല എന്ന് പറയുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യുന്നതിന് പകരം അത്തരം പ്രവർത്തനങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അത് പിന്നീട് മന്ത്രിയെ ശാരീരികമായി ആക്രമിക്കാൻ സാധിക്കുന്ന നിലയിലേക്കുള്ളൊരു ഉത്തേജനമായി മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കുറച്ച് കാലമായി ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ തുടർച്ചയായി നടത്തുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത്തരം ആക്രമണം. അതിന് ബന്ധപ്പെട്ടവർ തിരുത്തേണ്ടവരെ തിരുത്തണം, മാപ്പ് പറയേണ്ട നിലപാട് സ്വീകരിക്കണം. മന്ത്രിക്കെതിരെ കയ്യേറ്റം ഉണ്ടായിട്ടില്ല, മറിച്ച് മന്ത്രി പ്രതിഷേധക്കാർക്ക് നേരെ പോകുന്നതാണ്, പോയി ബഹളം ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. ഞാൻ കേട്ടിട്ടില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞ്. ഞാൻ എപ്പോൾ പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം, ഇതിൽ പരിശോധന നടത്തി തെറ്റ് തിരുത്താനാണ് ബന്ധപ്പെട്ടവർ തയ്യാറാകേണ്ടത്. ഇത് ജനാധിപത്യപരമായ പ്രക്ഷോഭ രീതിയല്ല. മിനിസ്റ്റർ, ഇന്നിപ്പം 6ഓളം ഇടങ്ങളിൽ ഈ കണ്ണൂരിലെ പരിപാടി ഉണ്ടായിരുന്നു. ഈ 6 സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങളും നടന്നിട്ടുണ്ട്. അപ്പം കുറെ കൂടി സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ വന്നിട്ടുള്ള ഈ കൊട്ടേഷൻ സംഘങ്ങളെ പോലെ വന്ന 3, 4, 5 ആളുകളെ അടിച്ച് ശരിപ്പെടുത്തി പോലീസ് വകവരുത്തി അവരുടെ മേത്ത് റീത്ത് വെക്കണമായിരുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ലല്ലോ.
ഒരു മന്ത്രി, അത് XOR ഒരു വ്യക്തി, ആ വ്യക്തി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ചാടി വീണ് ശാരീരികമായി അവരെ ആക്രമിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ മന്ത്രി ആക്രമിക്കപ്പെടും. അത് ശരിയാണോ എന്നുള്ള പരിശോധനയാണ് നടക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി ഉത്തരവാദിത്തപ്പെട്ടവർ മാപ്പ് പറയണം. തെറ്റായ നിലപാട് സ്വീകരിച്ചവരെ പരിശോധിച്ച് നടപടിയെടുക്കണം. ഇപ്പോൾ ചില ദേശീയ നേതാക്കൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികരണത്തിൽ പറയുന്ന ആരോഗ്യമന്ത്രി അഭിനയിക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രതികരണം വരെ വരുന്നത്. അത് അവരെ തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. അവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത് തുടർച്ചയായി ആരോഗ്യമന്ത്രിക്കെതിരെയും കേരളത്തിലെ LDF സർക്കാരിനെതിരെയും നടത്തുന്ന ഹേറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. മനുഷ്യൻ്റെ മനുഷ്യത്വം തീരെ ഇല്ലാത്ത നിലയിൽ ചോർന്നു പോകുന്ന ഇതിൻ്റെ ഉദാഹരണമാണ് ഇത്തരം പ്രസ്താവനകൾ. അതാണ് നമ്മളിതിലൂടെ കാണേണ്ടത്. കേരളം ഇന്ന് വരെ കാണാത്ത ഒരു സംഭവമാണിത്. ഒരു മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരു തെറ്റായ കാര്യമല്ല, ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഇത് ഒരു ജനാധിപത്യപരമായ പ്രതിഷേധമല്ല, ഇതൊരു തെറ്റായ രീതിയാണ്. ഈ രീതി ബന്ധപ്പെട്ടവർ തിരുത്തി മാപ്പ് പറയാൻ തയ്യാറാണ്. തുടർന്നാൽ എന്തായിരിക്കും? അല്ല, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഇത്തരം പ്രതിഷേധങ്ങൾ തുടരാൻ എന്തായാലും കോൺഗ്രസ് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കുറയുന്ന പണി കോൺഗ്രസ് നേതൃത്വം ഇനിയും സ്വീകരിക്കും തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ ആളുകൾക്കിടയിൽ, ഞാൻ ഇപ്പോൾ വരുമ്പോൾ ഒരാൾ പറഞ്ഞ ചർച്ച പ്രതിപക്ഷമാകുമ്പോൾ തന്നെ ഇങ്ങനെ, എന്നാൽ ഇവരൊക്കെ ഭരണത്തിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന ചർച്ചയാണ്. അപ്പോൾ തിരുത്തേണ്ടത് തിരുത്തണം, മാപ്പ് പറയാൻ തയ്യാറാകും. ഏതായാലും CPM-ന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാവില്ല. അല്ല, ഞാനത് CPM-ന്റെ കാര്യം പറയേണ്ടത് CPM-ന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. സ്വാഭാവികമായും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ വരും. അങ്ങനെ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോഴിക്കോട് ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി പ്രകടനമുണ്ട് എന്ന് നേരത്തെ ഒരു സഖാവിനെ വിളിച്ചപ്പോൾ പറഞ്ഞു. വൈകുന്നേരം എന്തോ 7 മണിക്കോ മറ്റോ ഒരു വലിയ പ്രതിഷേധ പ്രകടനമുണ്ട്. കേരളത്തിലാകെയുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. നൂലിൽ കെട്ടി ഇറക്കിയ ആളല്ലല്ലോ ശ്രീമതി വീണ ജോർജ്. 2016 ആറന്മുള മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു. 2021 വീണ്ടും ആറന്മുള മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു. അതിന് ശേഷം മന്ത്രിസഭയിൽ അവരെ മന്ത്രിയായി തിരഞ്ഞെടുത്തു. അത് ജനാധിപത്യപരമാണ്. അപ്പോൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിക്കും ഈ നാട്ടിൽ ജീവിക്കണം. ഈ നാട്ടിൽ ജീവിക്കാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്. അതിൻ്റെ കൂടെ എല്ലാ മനുഷ്യസ്നേഹികളും നിൽക്കണം. ആ മനുഷ്യസ്നേഹികളുടെ പട്ടികയിൽ തീർച്ചയായും വീണ ജോർജിന് വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരുമായ മനുഷ്യരുണ്ട്. ആ മനുഷ്യരാരും ഇത് ഇഷ്ടപ്പെടില്ല. കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം ആളുകൾ ഈ പ്രവൃത്തിയോട് യോജിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അടിയന്തരമായി, അധികം സമയം വൈകാതെ തന്നെ തെറ്റ് ചെയ്തവർക്കെതിരെ സംഘടനാ നടപടി കൈക്കൊള്ളാനും മാപ്പ് പറയാനും ബന്ധപ്പെട്ടവർ തയ്യാറാകും.